ഒരു എക്സ്പീരിയൻസും ഇല്ലാതെയാണ് ഞാൻ ആദ്യം ഹിന്ദി അറിയാത്ത ഞാനൊരു ഹിന്ദി റേഡിയോ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ജോലി ഒഴിവാക്കിയ വിമാനത്തെ പോലും നോക്കാറില്ല. ഇപ്പോൾ ആകാശത്തേക്ക് നോക്കാറില്ല. പറയാം അമ്മ ഓട്ടോറിക്ഷ വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പോയിന്റിലെത്തിയപ്പോൾ എന്നോടൊന്നും ഉരിയാടാതെ പോകുന്നതെന്നും കരുതി വാണിടും നിന്നോടൊന്നും. അത് ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല എന്ന് കേട്ടിട്ടില്ലേ? തർഹമല്ലടോ പദത്തിലേക്ക് എത്തിയല്ലേ അവസാനം. എൻ്റെ കരത്തെ നീ ഗ്രഹിക്കണം സുന്ദര. ഇപ്പൊ കുറെ ഇന്ത്യ സോങ്സ് ചെയ്യുന്ന ഞാൻ കണ്ടു. ഇന്ത്യ സോങ്സ് ഇപ്പൊ ഡിവോഷണൽ സോങ്സ് കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാണ്? അതായത് ഇപ്പൊ നമ്മള് തീർച്ചയായിട്ടും അതിൽ ഇൻഡിപെൻഡന്റ് സോങ് എന്ന് പറയുമ്പോൾ അതിന്റെ തോട്ട് പ്രോസസ്സിൽ തന്നെ കുറെ നമുക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ട്. മറ്റതിൽ കിട്ടുന്ന അത് റെസ്ട്രിക്ഷൻ എന്നല്ല പറയാം, ദാറ്റ്സ് എ ഡിഫറെന്റ് സോൺ ഓൾ ടുഗെദർ സിനിമയുടെ. പക്ഷേ ഇൻഡിപെൻഡൻ്റിൽ ഞാൻ രണ്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ ഡിവോഷണൽ സോങ്സ് ആവും ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടാവാം. അത് പക്ഷേ ഐ ബീൻ ബ്ലെസ്ഡ് ടു വർക്ക് വിത്ത് നല്ല കുറേ സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ആനന്ദസാഗരം, ഹരിശങ്കർ, KS ഹരിശങ്കറാണ് പാടിയിട്ടുള്ളത്. പിന്നെ ഹരിചരൺ പാടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ കുറേ മ്യൂസിഷ്യൻ, മധുചേട്ടൻ പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡിവോഷണൽ സോങ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു സിംഗിൾ സോങ് ആയിട്ടാണ് ചെയ്യാറ്. സിത്താര പാടിയിട്ടുണ്ട്. സിത്താരയുടെ പ്രോജക്റ്റ് ഗാനാമൃത വർഷം എന്ന് പറഞ്ഞിട്ട് മൂകാംബിക ദേവിയെ കുറിച്ചിട്ടുള്ള അത് ഏകദേശം 40-45ഓളം മ്യൂസിഷ്യൻസും ടെക്നീഷ്യൻസ് 100ഓളം ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു പിന്നിൽ. സിത്തു ഡാൻസും ചെയ്തു, പാടും ചെയ്തു. അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ തോട്ട് പ്രോസസ് വൈസ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കൂടുതൽ എഫേർട്ട്, അതായത് നമ്മൾ കൂടുതൽ തോട്ട് പ്രോസസ്സ് ഇടുന്നത് ഇങ്ങനത്തെ പാട്ടുകളിലേക്കാണ്. അപ്പോൾ അതൊരു ഡിവോഷണൽ പാട്ടല്ലേ എന്ന് പറഞ്ഞ് വിടുന്ന രീതിയിലല്ല നമ്മൾ പോവാറ്. സാധാരണ അതിൻ്റെ ഓർക്കസ്ട്രേഷനിലാണെങ്കിലും അതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും അതിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണെങ്കിലും ഒക്കെ കുറച്ചൊരു മോഡേൺ സൗണ്ടിങ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഞാൻ പറയുന്നത് നമ്മളുടെ ആ ജേണിയിൽ നിന്നാണ് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു ഞാൻ പറഞ്ഞത് 2018-19 മുതലാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഹരിചരൻ്റെ ശരണപദയാത്ര അതെൻ്റെ ബ്രദർ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ബാലരാജ് മേലെപ്പാട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവസാനം ഞാനിപ്പോൾ മള്ളിയൂർ അമ്പലത്തിന് വേണ്ടിയിട്ട് ഭാഗവത ഹംസം എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ചെയ്തു. അപ്പോൾ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ തുടക്കം മുതൽ അവസാനം വിഷ്വൽ ചെയ്യുന്നവരെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ തന്നെയാണ്. അതായത് ഈ പാട്ട് എങ്ങനെ നമ്മൾ ഏത് രാഗം ചൂസ് ചെയ്യുന്നു, ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിക്കുന്നു, ആര് പാടുന്നു മുതൽ അതിൻ്റെ വിഷ്വലൈസേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നത്. സാധാരണ അങ്ങനെ തന്നെ. അതാണ് ഞാൻ RM പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബാനറിൻ്റെ അണ്ടറിലാണ് അത് ചെയ്യാറ്. ഓഫ് കോഴ്സ് എനിക്ക് പ്രൊഡ്യൂസർ സൈഡിൽ ഉണ്ടാവാറുണ്ട്, അവരുടെ ബാനറും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ആനയാടി ധനലക്ഷ്മി ടീച്ചർ എനിക്ക് ഏകം എന്ന് പറഞ്ഞിട്ടൊരു പൂർണ്ണത്രേശനെ കുറിച്ചിട്ടുള്ളൊരു വർക്ക്. അത് വളരെ ഒരുപാട് ശ്രീവത്സൻ സാറൊക്കെ കേട്ട് അപ്രീഷിയേറ്റ് ചെയ്തൊരു വർക്കാണ്. പിന്നെ M ജയേന്ദ്രൻ സാറിനും ഇഷ്ടപ്പെട്ട. അപ്പോൾ തീർച്ചയായിട്ടും ഡിവോഷണൽ സൈഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് അതിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഒരുപാട് ഏരിയാസ് പലപ്പോഴും കിട്ടാറുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻ്റ് അതുപോലെ ഗുരുവായൂരപ്പനെ കുറിച്ച് ഭദ്ര പാടിയിട്ടുണ്ട്, ഭദ്രരാജൻ പാടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതാണ് അതിൻ്റെ മെയിൽ വേർഷനാണ് മധുചേട്ടൻ പാടിയിട്ടുള്ളത്. പിന്നെ ഈ ഭാഗവത ഹംസം കാർത്തിക കുമാറും അതുപോലെ തന്നെ വിശാലും രണ്ടുപേരും. പക്ഷെ ഒരുപാട് മ്യൂസിഷ്യൻസിനെ കാണാം. നിങ്ങൾക്ക് അതിൻ്റെ ഭാഗവത ഹംസം അടിച്ചാൽ തന്നെ യൂട്യൂബിൽ കാണാം. ഒരുപാട് നമ്മൾ വളരെ വലിയ ഒരു സ്കെയിൽ പ്രോജക്റ്റിൽ ചെയ്തത്. REC സൗണ്ട് കമ്പനിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ സിനിമാ സംഗീതത്തിൻ്റെ കൂടെ തന്നെ അത് നമുക്ക് എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച വരികയെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇതിൻ്റെ ഒരു പലപ്പോഴും ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണ്, ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും ഏതെങ്കിലും അമ്മമാരോ ആനന്ദസാഗരം കേട്ടിരുന്നു കേട്ടോ പാട്ട്. നമുക്കൊരു സിനിമാ സംഗീതത്തിനെക്കാട്ടും കൂടുതൽ ആ ഏരിയയിൽ നമുക്ക് ഭയങ്കര, എനിക്ക് ഒരുപാട് ആൾക്കാർ അത് എന്നും കേൾക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ ഈ ശബരിമല സീസൺ വരുമ്പോൾ ശരണപദയാത്ര കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിനൊരു അതിൻ്റെ ഈ പറഞ്ഞ ഒരു സ്പിരിച്വൽ ആംഗിൾ, നമുക്കൊരാൾക്കൊരു സന്തോഷം അല്ലെങ്കിൽ മനസ്സിനൊരു എന്താ പറയുക സന്തോഷം കൊടുക്കാൻ പറ്റുന്ന പാട്ടിലൂടെ കൊടുക്കാൻ പറ്റുമ്പോൾ
അല്ലെങ്കിൽ അവിടെ എത്താൻ പറ്റുന്നു, അല്ലെങ്കിൽ ആ നടയിലെത്താൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ആ ഒരു മൂവ്മെൻറ്റ് നമ്മളുടെ സംഗീതത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ആൽബമായിട്ട് ഞാൻ ആക്ച്വലി 2017 ആണ് ഞാൻ ആ പ്രമോദിൻ്റെ കൂടെ എനിക്ക് നമ്മളുടെ ഉയരെ എന്ന് പറഞ്ഞ സിനിമയുടെ S-Cube എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒരു ഇൻഡിപെൻഡൻറ്റ് സോങ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സോങ്ങിൽ ഇപ്പോൾ ഈ March 8 ഞാൻ വുമൻസ് ഡേയുടെ അന്ന് ഒരു സോങ് റിലീസ് ചെയ്തായിരുന്നു. ഡാലിയ എന്ന് പറഞ്ഞിട്ട്, ഡാലിയ നവാസ് അവർ പാടിയിട്ടുള്ളത്. ദിവ്യ ആണ്, അബുദാബിയിലാണ് ആക്ച്വലി ദിവ്യ ഉള്ളത്, ദിവ്യ പല്ലി എന്ന് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ ലിറിക്ക് എഴുതിയിരിക്കുന്നത്. അതായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങി ഇങ്ങനത്തെ ഒരു സോങ്. പിന്നെ പടങ്ങളും 1-2 ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നു പറയുന്ന പോലെ ഇപ്പോഴും ആഡ് ഫിലിംസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇപ്പം മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് എന്ന് പറയുമ്പോൾ ശരിക്കും പ്രൊഫഷണലിസം ആണോ അതോ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണോ? ഓക്കെ, എനിക്കൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആട്ടോ, 100%. എനിക്ക് ഐ ലവ് ദോസ് എനർജീസ്. ഒരാൾ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, ഐ ബിലീവ് ഇൻ ഇറ്റ്. ഓറ എനിക്ക് ഭയങ്കരമായിട്ടത് ആ എനർജിയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡിയോയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വോക്കൽ ബൂത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ദറ്റ് മൈക്ക് ഡസൻ നോ അത് അപ്പുറത്ത് ഏത് സിംഗറാണെന്നുള്ളത് അല്ലേ. അവിടുന്ന് ശബ്ദം ഇവിടെ നമ്മൾ കണ്ണടച്ച് കേൾക്കുമ്പോഴാണ് അത് യേശുദാസോ ചിത്രയോ ശ്രേയ ഘോഷലോ യേശുദാസോ ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഇവിടെ നിന്നുണ്ടാവുന്നത്. അവരവിടെ ഉപയോഗിക്കുന്ന എന്തോ ഒരു ടെക്നിക്കാണ് അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ മൈക്കിലൂടെ ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നത്. ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. ആ കൺവേർഷൻ നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള പഠനവും വീക്ഷണവും ജേണിയും കൺവേർട്ട് ചെയ്ത് ശബ്ദത്തിലൂടെ ഒരു ഡിജിറ്റലൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ആണ് എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് എപ്പോഴും ഈ നമ്മൾ പറയുന്ന ഒരു പ്ലേ ബാക്ക് സിംഗേഴ്സ് എന്ന് പറയില്ലേ, സ്റ്റേജ് സിംഗിങ്ങും പ്ലേ ബാക്ക് സിംഗിങ്, ആ എനർജി കൺവേർഷൻ കറക്റ്റായിട്ട് അറിയുന്ന ആർട്ടിസ്റ്റ് ഓർ മ്യൂസിഷ്യൻസ് ആർ ദെയർ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ എവർ, നോ മാറ്റർ വാട്ട്. അപ്പോൾ അതൊരു വല്ലാത്ത ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പെർസ്പെക്റ്റീവ് വിട്ടോളൂ. വരികൾ എന്ത് പറയുന്നു എന്നുള്ളത് അതിൻ്റെ രണ്ടാമത്തെ കാര്യമാണ്. അത് കൃഷ്ണ ആണെങ്കിലും അള്ള ആണെങ്കിലും ക്രിസ്തു ആണെങ്കിലും അതൊക്കെ അതിൻ്റെ പേരുകൾ മാത്രമാണ്. പക്ഷെ അത് ക്യാരി ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അത് ക്യാപ്ചർ ചെയ്യുക റൈറ്റ് മൈക്രോഫോൺ വെച്ചിട്ട്, റൈറ്റ് പ്രീ ആംബ് വെച്ചിട്ട് റൈറ്റ് ഡോയിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സ്, അതെനിക്ക് നോ മാറ്റർ വാട്ട് യു ടെൽ മീ ടു ഡു എനിത്തിങ് ഐ വുഡ് ലവ് ടു ഡു ഇറ്റ്. എന്താണെങ്കിലും ഏത് അവിടെയാണ് ഒരു സൗണ്ട് എഞ്ചിനീയർക്കും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ളത്. എക്സാക്ട്ലി. ആ കൺവേർഷൻ ഞാനൊരു ആർട്ടിസ്റ്റ് വരുമ്പോൾ തന്നെ അവരുടെ അടുത്ത് സംസാരിക്കുകയും അവരെന്ത് സോൺ നമുക്ക് പറയാൻ പറ്റില്ല. ലൈക്ക് യു സെഡ് ടുഡേ യു മൈറ്റ് ഹാവ് ഹാഡ് എ ബാഡ് ഡേ അല്ലേ, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് വിടണ്ടേ? കറക്റ്റ് അല്ലേ? നമ്മളത് കട്ടാവണം. എന്നാലേ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മൊമെൻറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ആ മൊമെൻറ്റിലേക്ക് എത്തുന്നതിനെയാണ് ഈ സറണ്ടറിങ് അല്ലെങ്കിൽ അങ്ങനെ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രോബബ്ലി വി ഓൾ ആർ ഇൻ ദിസ് ഈ റൂം വേറിൻ നമ്മൾ എന്തൊക്കെയോ കേൾക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മൾ പഠിക്കുന്നു, ചിലത് നമ്മൾ വിടുന്നു. ഇത് തന്നെയാണ് മുന്നോട്ട് പോകുന്ന യാത്രയിൽ നമുക്കൊക്കെ ഹെൽപ്ഫുൾ ആവാൻ പോകുന്നതെന്ന് പറയാം. മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ? ഇതൊക്കെ ഇപ്പോൾ ഇത്രയും ഈ സംഭവങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു എപ്പോഴെങ്കിലും? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതേ ഒരു പക്ഷേ നമ്മൾക്ക് ഈ പറഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് പറയാം കേട്ടോ, നമുക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കേട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ സ്പിരിച്വൽ കോൺവെർസേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡീപ്പ് ഡിസ്കഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ചേട്ടാ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നടക്കുന്നില്ല. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യാൻ ചില ആളുകൾക്ക് കൊടുക്കുന്ന ടിപ്പ് മാത്രമാണ്. അത് ചിലവലത് ശരിയാവും, ചിലവലത് ശരിയാവില്ല എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാനിഫെസ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് എന്നും ഉണ്ടായിക്കോളണം എന്നൊന്നുമില്ല. കാരണം ഹ്യൂമൻ മൈൻഡിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട് ടു ബ്രിങ് ബാക്ക് ഓൾഡ് ഫോട്ടോസ് ഓർ വിഷ്വൽസ് ഫ്രം യുവർ ബോഡി സെൽസ്. നോക്കിത് നടന്നിട്ടില്ല കേട്ടാ. രഞ്ജിത്തെ 5 ഡയറക്ടേഴ്സിനെ പോയി കണ്ടു, 5 നടന്നില്ല. 6ാമത്തെ ഡയറക്ടറിനെ പോകുമ്പോഴും നമ്മളുടെ മനസ്സിൽ 5 നടന്നില്ല എന്ന് പറയുന്ന ഒരാളുണ്ട്. നെഗറ്റീവ് തോട്ട്. അല്ല, നിങ്ങൾ തന്നെയാണത്. ഇറ്റ് ഈസ് ഇൻസൈഡ് യു, യു ഓൺലി ഇറ്റ് ഈസ്, വേറെ ആരുമില്ല. സോ ദി അതർ പാർട്ട് ഓഫ് യു, ആ ആളെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് സബ് കോൺഷ്യസ് ഒക്കെ ഡീപ്പ് തോട്ടാണ്. ഞാൻ പറയുന്നത് അതല്ല. ഞാൻ പറയുന്നത്
ഐ എം സെയിങ് നദർ യു, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറയുവാണ് ഇത് നടക്കില്ല എന്ന്. അയാളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന്. മനസ്സിലായോ? അതായത് അതൊരു ടിപ്പാണ് മാനിഫെസ്റ്റേഷൻ. ഞാൻ ഐ എം വെരി ഗുഡ്, ഐ എം ഓസം, ഐ എം ഗെറ്റിംഗ് മണി, ഇത് എന്ന് പറയുന്നത് എൻ്റെ മറ്റാളുടെ അടുത്താണ് പറയുന്നത്, ഈ അഫർമേഷൻസ് പറയുന്നത്. അപ്പോൾ ആ ആളോട് നമ്മൾ ഓൾറെഡി ഒന്ന് അയാളെ നന്നായിട്ട് ആദ്യമേ പരിഗണിച്ചു കഴിഞ്ഞാൽ അയാളോട് പറയാം ജസ്റ്റ് റിലാക്സ്. അപ്പോൾ നമ്മുടെ കൗൺസിലർ നമ്മൾ തന്നെയാണ് 100%. ഒരു സംശയമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. വെറുതെ പോയി പൈസയും കൊടുത്തൊരു കൗൺസിലറിന്റെ അടുത്ത് അല്ല തീർച്ചയായിട്ടും അല്ലല്ല, അതല്ല, അതൊരിക്കലും അല്ല കേട്ടോ. കൗൺസിലിംഗ് എന്ന് പറയുന്നതിനെ ഹെൽപ്ഫുൾ ആവുന്ന അവരുടെ ടിപ്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ അവരത് ഹൗ ടു ട്രെയിൻ യുവർ, ഇത് എല്ലാവർക്കും ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇറ്റ് ഈസ് വെരി ഈസി ടു സറണ്ടർ എന്ന് പറയുന്നത് അതിന് ആ ആസ്പെക്റ്റിൽ എടുക്കരുത്. ഞാനത് എൻ്റെ വേ ഓഫ് ട്രെയിനിങ് ഉണ്ട് എനിക്ക്, എൻ്റെ മൈൻഡിന് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ടെക്നിക്കുകൾ മാത്രമായിരിക്കാം, അത് എല്ലാവർക്കും എഫക്റ്റ് ചെയ്തോളുന്നില്ല. പക്ഷെ 100% ഷുവർ വെൻ യു ഹാവ് സർട്ടൻ ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അക്നോളജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഗോ ടു എ എക്സ്പെർട്ട് ഇസ് ദ റൈറ്റ് വേർഡ്, ആൻഡ് ദി എക്സ്പെർട്ട് വിൽ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗിവ് യു സൊല്യൂഷൻസ് വെരിൻ നമ്മൾ ഒരിക്കലും അയ്യോ ഇത് ഇത്ര ഈസി ആയിരുന്നു എന്ന് പറയില്ലേ. ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഞാൻ ടോക്കിംഗ് അബൌട്ട് ഒരു വണ്ടി ഓടിക്കുന്ന കാര്യം പോലും. വൈ ഡു വി ഹാവ് ടു ഗോ ടു നമ്മളൊരു ലേണിംഗ് ക്ലാസ്സിന് പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു ട്യൂട്ടർ, പക്ഷേ ചില ആളുകൾ വണ്ടി നേരെ എടുത്ത് ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും ഓരോ വണ്ടി കയറാണ് രാവിലെ. അതിൽ എന്തെങ്കിലും വണ്ടിക്ക്, ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് കാറിന് ടയറിനൊരു ഇതുണ്ടായ എനിക്ക് മാറ്റാൻ അറിയില്ല, പക്ഷേ എൻ്റെ അടുത്തുള്ള ആൾക്ക് അത് മാറ്റാൻ അറിയാം. ഞാൻ എന്തിനാ ചെയ്യും? ഞാൻ ആ കാറ് ടയർ മാറ്റാനുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് ഞാനത് ചെയ്യിക്കും. പക്ഷേ എൻ്റെ തൊട്ടടുത്തുള്ള ആള് അയാൾ സ്വന്തമായിട്ട് മാറ്റും അല്ലേ. അപ്പോൾ ഇറ്റ്സ് എ ട്രെയിനിങ് ബേസിക്കലി. അത് തന്നെയാണ് നിങ്ങളുടെ മൈൻഡ്. അപ്പോൾ അതുകൊണ്ട് അത് വേറെ ഒരു കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്നതിൽ നിന്ന് മുഴുവൻ മാറി. പക്ഷെ എന്നാൽ ഞാൻ പറയാണ്, എക്സ്പേർട്ട് വിൽ ഡെഫിനറ്റ്ലി ഇസ് ഗോയിങ് ടു ഗൈഡ് യു. അത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്കത് സ്വന്തം അത് പറ്റില്ലെങ്കിൽ അത് നിങ്ങളുടെ കുറവല്ല. പക്ഷെ ആ കുറവല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ പറയും, എനിക്കിത് അറിയില്ല കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് നിങ്ങൾ അക്നോളജ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ മറ്റൊരാൾക്ക് നോക്കുന്നത് എനിക്ക് പറ്റുന്നില്ല, നിങ്ങൾ ഇതൊന്ന് ഹാൻഡിൽ ചെയ്ത് തരണം, നമ്മളിങ്ങനെ കൈ കിട്ടും. അപ്പോൾ അവർ ചെയ്തു തരും എന്തെങ്കിലുമൊക്കെ. അതിൽ നിങ്ങൾക്ക് വിശ്വസിക്കുക, യു നീഡ് ടു ട്രസ്റ്റ്. അത്രേ ഉള്ളൂ. നല്ലൊരു ടോപ്പിക് ആയിരുന്നു ഇത് വേറെ ഒരു ടോപ്പിക്കാണ്. എന്തായാലും ബാക്ക് ടു മ്യൂസിക്കിലോട്ട് തന്നെ വരാം. പാട്ടുകൾ ഒരുപാട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് പാട്ടുകളാണ് കൂടുതലും കേൾക്കാറ്? കേൾവി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആദ്യ കാലത്ത് മുതൽ തന്നെ ക്ലബ്ബുകളിൽ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകൾ. അതിൽ മനസ്സിനോട് എപ്പോഴും അടുത്തിരിക്കുന്നത് ബാബുക്കയാണ്. ഈ പറഞ്ഞ പോലെ താനെ തിരിഞ്ഞും മറിഞ്ഞും കടലെ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ എൻ്റെ വലിയൊരു ബ്ലെസ്സിങ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ MS ബാബുഖാൻ്റെ ഒരു ഹാർമോണി എൻ്റെ കയ്യിലുണ്ട്. അത് ടി എ റസാക്കിക്ക, അദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൽ കുറച്ച് സൗഹൃദമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിനടുത്തുണ്ടായിരുന്ന ഒരു ഹാർമോണിയാണ്. അപ്പോൾ അദ്ദേഹം അത് ആക്ച്വലി ഒരു സിനിമയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പെരുമഴക്കാലത്തിൽ മാമുക്കോയ മഴയത്ത് അപ്പോൾ ഹാർമോണിയത്തിൽ ടി എ റസാക്ക്. അപ്പോൾ ഞാനവിടെ എൻ്റെ പൂജാമുറിയുടെ അടുത്ത് തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ അതൊരു വലിയ എന്താ പറയുക ഭാഗ്യമാണ് ഇത് കിട്ടിയത്, പ്രഷ്യസ് ഗിഫ്റ്റാണ്. അപ്പോൾ ഒരു പക്ഷെ അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തൊന്നുമല്ല, പക്ഷെ നമ്മൾക്ക് എത്തിച്ചേരുക എന്ന് പറയില്ലേ, നിയോഗങ്ങൾ എന്ന് പറയില്ലേ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ അങ്ങനെ ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാട്ടിൻ്റെ കേൾവിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും നിർത്താറില്ല, എപ്പോഴും എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മളൊരു പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കേൾക്കുന്നത് ഒരു പ്രാക്ടീസാണ്, അല്ലാതെ പാടിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ല. അതിൽ കേൾവി, നമ്മൾ കേൾക്കാത്ത ഒരുപാട് സംഗീതവും, പ്രത്യേകിച്ച് ഞാനൊരു സ്റ്റുഡിയോ നടത്തുന്ന ആളാണ്. അപ്പോൾ അവിടെ ഒരുപാട് സോങ്സ്, ട്രസ്റ്റ് മീ, നിങ്ങൾ ഈ പുറത്തിറങ്ങി കേൾക്കുന്ന പാട്ടിനെക്കാട്ടും അതിമനോഹരങ്ങളായ പാട്ടുകൾ ഇപ്പോഴും ഇറങ്ങാതെ പലരുടെയും വിധിയും നിയോഗവുമായിട്ട് പല സ്റ്റുഡിയോകളിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ കേട്ടത് മാത്രമല്ല, കേൾക്കാത്തതാണ് അതിമനോഹരം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ ഒരുപാട് ആഗ്രഹമുള്ള ആളുകൾ അപ്പുറത്തുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, കേട്ടുകൊണ്ടിരിക്കുക, പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുക. ഗഹനമായ കേൾവി, വെറും കേൾവിയല്ല. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിയറിംഗ് ആൻഡ് ലിസണിങ്. നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് ഹിയർ ഇറ്റ്, ലിസൺ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, അവിടെ നിങ്ങൾ ഫോക്കസ് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പബ്ലിക്കലി സംസാരിക്കുന്ന പോലെയല്ല, ലിസൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് കോൺഷ്യസ് ആവും അല്ലേ.
അതേ പരിപാടി നിങ്ങൾ പാട്ടിലേക്ക് കൊണ്ടുവരണം. നിങ്ങളതിൽ എന്തൊക്കെ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇനി അങ്ങോട്ട് തുടങ്ങണം എന്നുള്ള പരിപാടികൾ ഇനി അങ്ങനെ ചെയ്യണം എന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്ലാസ്സസ് വെക്കണം എന്നുണ്ട്. ഹൗ ടു ട്രെയിൻ യുവർ ഇയേഴ്സ്, എങ്ങനെ കേൾക്കാം പാട്ട്. അത് നിങ്ങൾ മ്യൂസിഷ്യൻ ആവണമെന്നൊന്നുമില്ല, നിങ്ങൾ പാട്ടൊന്നാവണമല്ലോ, പക്ഷെ ഒരു ബേസിക് അവയർനെസ് അബൌട്ട് എങ്ങനെയാണ് നിങ്ങളൊരു പാട്ട് ആസ്വദിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ടാവും? നല്ല നല്ല അടിപൊളിയായിരിക്കും അത്. അതിന്റെ ഞാൻ താളമോ രാഗമോ അതൊന്നുമല്ല പറയുന്നത്, അതല്ലാത്ത ആസ്വാദനങ്ങൾ ഉണ്ട് പാട്ടിൽ. നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ചില ആളുകൾ ക്യാ ബാത് ഹേ എന്നൊക്കെ പറയില്ല, അത് മനസ്സിലാക്കലുണ്ടല്ലോ, എങ്ങനെയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രൊഡക്ഷൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് അതെ ധ്യാന്റെ പടം ഉണ്ടായിരുന്നു 11 എന്ന് പറഞ്ഞിട്ട്, അതിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ ധ്യാൻ ശ്രീനിവാസിന്റെ അതിൽ 2 പാട്ടുകളുണ്ടായിരുന്നു, അത് ചെയ്തു. അപ്പോൾ സന്തോഷം. പിന്നെ അങ്ങനെ പുതിയ എക്സ്പീരിയൻസ്, അതൊരു 3D സിനിമയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യസ്തത അതിന് ഉണ്ടായിരുന്നു അത് ചെയ്യുമ്പോൾ. കാരണം ഞാൻ പറയുന്നില്ലേ, ഇപ്പോൾ സിനിമയാണെങ്കിലും ഒരു 30 സെക്കൻഡ് പരസ്യമാണെങ്കിലും ദി എഫേർട്ട്, ദ പ്രോസസ് ഇസ് സെയിം. അതിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടുന്നു മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കോഴിക്കോടുള്ളൊരു ഗുരു പറയും, സായും രീയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം അങ്ങോട്ട് ചിന്തിക്കേണ്ട. ഇപ്പോൾ ഒരു എത്രയോ ചാനൽ മിക്സർ കാണുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചു പോകും. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഇതുപോലൊരു സാറ് പറഞ്ഞതാണ്, ഒരു ഫേഡർ പഠിച്ചാൽ മതി, ബാക്കി അതിൻ്റെ റെപ്ലിക്കയാണ്. ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇൻ എ സിംപ്ലസ്റ്റ് ഫോം, ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇനി എന്തെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദമോ പാടിയാലോ? പദമോ? പദത്തിലേക്കൊക്കെ എത്തിയല്ലേ അവസാനം. അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് അത്. ഓക്കെ, അപ്പോൾ അതിലൊരു ചെറിയ കഥയുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ എനിക്ക് എത്താം. 2005, 2006 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. 2005, 2006 സമയത്താണ് ഞാൻ ഏഷ്യാനെറ്റിൽ അവിടെ സൗണ്ട് അസിസ്റ്റൻ്റ്, അവിടെ അസിസ്റ്റൻ്റ് റെക്കോർഡിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ വിട്ടുപോയ വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിഷ്യൻ, നമ്മളുടെ വയലിനിസ്റ്റ് ബാലചേട്ടൻ്റെ ബിഗ് ബാൻഡ് എന്ന് പറഞ്ഞ ഷോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കലാമണ്ഡലം ഹൈദരാലി സാറെ ആദ്യമായിട്ട് കാണുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അത് കഴിഞ്ഞിട്ടൊരു 10-14 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു വാഹന അപകടത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഫ്ലോറിൽ നിന്ന് കേട്ടൊരു കഥകളിപ്പദം ഗജദേവയാനി, അതൊരു 4 വരി പാടാം. ശബ്ദത്തിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, അത് പാട്ടുകാർ പറയുന്നത്, ഞാനൊരു പാട്ടുകാരനല്ല. ആദ്യം തന്നെ ഞാനൊരു കമ്പോസർ പെർസ്പെക്റ്റീവിലാണ് പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് ശബ്ദത്തിന്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. സുന്ദര കളേബര നന്ദിത സുരവര സുന്ദരീ ചിത്തച്ചോര നന്ദിയോടു കേൾക്ക ധീര സുന്ദര കളേബര പരിതാപ പരവാരേ പരിതപിപ്പിക്കരുതേ പുരുഷ രത്നമേ നീതാൻ പരദൈവമേ നീ കേതു കരുതി വാണിടും നിന്നോടൊന്നും ഉരിയാടാതെ പോകുന്നതെന്നും കരുതി വാണിടും നിന്നോടൊന്നും ഉരിയാടാതെ പോകുന്നതർഹമല്ലടോ പോകുന്നതർഹമല്ലടോ എൻ്റെ കരത്തെ നീ
ഗ്രഹിക്കേണം സുന്ദര കളേബര ആ ഞാൻ ആ വിഷ്വൽസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവയാനി. ഇതെന്തെങ്കിലും സ്റ്റോറി? അത് വലിയ സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ അന്ന് ഞാനും അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് നമ്മൾ അന്നത്തെ 2005 ആ സമയത്തൊന്നും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്റെ അറിവില്ലായ്മ കാരണം ഇത് ആരാണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിനെ കണ്ട് ഇത് പാട്ട് പാടിയ ശേഷമാണ് ഈ കഴിഞ്ഞത്. അപ്പൊ ഞാൻ നേരെ പോയി അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇരുന്നത്. അത് കഥ പറയുകയാണെങ്കിൽ വലിയ കഥയാണ്, ഇന്നൊന്നും തീരില്ല. അല്ല, ഇതിന്റെ തീം എന്താണ്? അതായത് ബൃഹസ്പതിയുടെ മകനായ കജനും ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയും തമ്മിലുള്ള ഒരു പ്രണയ കഥ. അത് ബ്രേക്കപ്പാണ്. വിരഹമാണ്. വിരഹമാണ്. അപ്പൊ അത് ദേവയാനി അവസാനം കജന്റെ അടുത്ത് പോകരുത് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ അതൊരു വലിയ കഥയാണ്. പറയുമ്പോൾ അത് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ വളരെ നന്നായിട്ട് ഞാൻ ഒരു തൊണ്ടയുടെ സ്ട്രെയിഡ് ഒന്നും കണ്ടില്ല. ശരിക്കും ഞാൻ ഇങ്ങനെയല്ല. ഇപ്പൊ ഒരു പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ ദി എലമെന്റ് സൗണ്ട് സ്റ്റുഡിയോസ്. അതിനെ കുറിച്ചൊന്ന് പറയാം. തീർച്ചയായും ഞങ്ങൾ 13 വർഷമായിട്ട് കൊച്ചിയിൽ തന്നെ മൈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ഹിറ്റ് സോങ്സും റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ്. എൻ്റെ ഒരുപാട് പടങ്ങൾ, അപ്പോൾ എം ചന്ദ്രൻ സാറ്, ഒരുപാട് ആളുകൾ, ഞാൻ ഇപ്പോൾ ഒരു പേര് പറയുന്നില്ല, അത്രയ്ക്കും പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു സ്പേസാണ്. അപ്പോൾ അത് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ എളമക്കരയിൽ ആണ് ഇപ്പോൾ ഞങ്ങൾ എലമെൻറ്റ് സൗണ്ട് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ്. അപ്പോൾ എലമെൻറ്റ് വൺ ഓഫ് ദി എലമെൻ്റ് ആണ്. വി ഹാവ് മോർ അതർ എലമെൻറ്റ്സ് ടു കമ്മിങ് ഇൻ. ഈ പറഞ്ഞ പോലെ എല്ലാ മാസവും നമ്മൾ ഒരു മെഹഫിൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഹാർമോണിയായിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്. അതെ, ക്ലബ്ബാക്കുക. അതെ ഓർമ്മ ഉണ്ടാകും. അപ്പോൾ അതുപോലെ എല്ലാ മാസവും ഞങ്ങളൊരു ഇവന്റ് പോലെ ചെയ്യുന്നതാണ്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു 10-30 പേർക്ക് ഇങ്ങനെ സംസാരിച്ചും പ്രോസസ്സുകളെ കുറിച്ചും എല്ലാം. അപ്പോൾ നമുക്ക് നമ്മളുടെ അടുത്ത് ഒരുപാട് സിംഗേഴ്സ് അല്ല, അവരൊക്കെ ദേ ആർ എക്സ്ട്രീംലി ക്ലോസ് ഫ്രണ്ട്സ്. നമ്മളവരെ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആ സ്നേഹത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ മ്യൂസിഷ്യൻസൊക്കെ വന്ന് ജാം ചെയ്യുന്ന ഒരു കോ വർക്കിംഗ് സ്പേസ് ആയിരിക്കും അത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലിസൺ എന്ന് പറഞ്ഞില്ലേ നേരത്തെ, ലിസൺ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ മ്യൂസിഷ്യൻസ് അല്ലാത്ത ആളുകൾക്കും ഹൗ ഡു യു ട്രെയിൻ യുവർ ഇയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ സിംഗേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റുഡിയോ സിംഗിങ്ങിൻ്റെ സെഷൻസ്, ഞാൻ എങ്ങനെയാണ് പാട്ട് പാടിപ്പിക്കുന്ന ഓരോരുത്തരെ കൊണ്ടും, അപ്പം അങ്ങനത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല എലമെൻസുകൾ അതിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ നന്നായി അതിൻ്റെ ഒരു ടീം ഉണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ. ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ, സായി പ്രകാശ്, വൺ ഓഫ് ദ മോസ്റ്റ് വെൽ നോൺ എഞ്ചിനീയർ ഇവിടെ സൗത്തിൽ തന്നെ പറയാം. ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സിനൊക്കെ മിക്സ് ചെയ്യുന്ന ആളാണ് സായി. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരു ദിവസം എലമെന്റ് സ്റ്റുഡിയോയ്ക്കും വരും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോരോ പ്രോജക്റ്റുകൾ ഞങ്ങൾ അനൗൺസ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ ദ എലമെന്റ് സൗണ്ട് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ പ്രോജക്റ്റുകൾ പറയുമ്പോഴും അവിടെ അനൗൺസ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യാം. തീർച്ചയായിട്ടും ഇതൊരു സംഗീതത്തെ കൂടുതൽ അറിയാനുള്ളൊരു ശ്രമമാണ് എൻ്റെയും. അല്ലാതെ ഈ പറയില്ലേ, ഞാൻ എപ്പോഴും ദ ഡോർസ് ആർ ഓൾവേസ് ഓപ്പൺ ഫോർ ഓൾ മ്യൂസിഷ്യൻസ് ഔട്ട് ദെയർ. അവർക്ക് വന്നിട്ട് അവരുടെ മ്യൂസിഷ്യൻഷിപ്പ് എന്താണെന്ന് കാണിക്കാനും, അതുപോലെ തന്നെ എങ്ങനെ കൊലാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം എന്നുള്ളതും, എവിടെ നമുക്ക് ലേൺ ചെയ്യാം എന്നുള്ളതും, എവിടെയൊക്കെ അൺലേൺ ചെയ്യാം എന്നുള്ളതൊക്കെ ഉള്ള ഒരു കോ വർക്കിംഗ് സ്പേസ് ആയിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് എനിക്കും അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ദ ഡോർസ് ആർ ഓപ്പൺ ഓൾവേസ്, ആൻഡ് വെൻ എവർ യു വാണ്ട്. ദർ ഇസ് എ ജാമിങ് പ്ലേസ് ഓൾസോ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കമ്പോസിങ് റൂം ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സ്പേസാണ് എളമക്കരയിലുള്ളത്. വളരെ സന്തോഷം അത് കേട്ടതിൽ. തീർച്ചയായിട്ടും. എന്നാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 1 hour ഇങ്ങനെ പോയി. ഒരുപാട് സന്തോഷമാണ്. ഇത്രയും പോസിറ്റീവായിട്ടും നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് റെസിപ്രോക്കേറ്റ് ചെയ്യാന്ന് പറയും. എത്രത്തോളം അവയർനെസ്സിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതും എനിക്ക് ഈ സംസാരിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും ഞാൻ പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ. അപ്പോൾ അതിന് എന്തായാലും താങ്ക് യു ഫോർ യുവർ എനർജി. ഈസ് അമേസിങ്. പ്ലീസ് ഡു കണ്ടിന്യൂ ദിസ് ജോബ് ആൻഡ്
ഡു ബെറ്റർ. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. താങ്ക് യു. പറഞ്ഞ പോലെ എനിക്കും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയണത് ഞാനും ഇങ്ങനെ നേരത്തെ ഒരു ഇത് പറഞ്ഞ പോലെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ കാര്യങ്ങളും. ഇപ്പം മ്യൂസിക്കൽ ജേർണിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടോപ്പിക് തന്നെ, മൈൻഡിനെ കുറിച്ച് പറഞ്ഞു, സ്പിരിച്വാലിറ്റിനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ ഉൾപ്പെട്ടു. അല്ല, ഇത് ആക്ച്വലി ഇതിന്റെ എല്ലാം കൂടി ക്ലബാണ് എല്ലാ ജോണേഴ്സും കേട്ടോ. മേഡ് ബി എനിത്തിങ്. എല്ലാ ജോണറിലും എല്ലാ വിഭാഗം ജോലികളിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു സറണ്ടറിങ് ഉണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഒരു കൽപ്പണിക്കാരനാണെങ്കിൽ പോലും ഒരു കല്ലെടുത്ത് വെക്കുമ്പോൾ അയാൾക്ക് ആ മതിൽ എന്താവണം എന്നുള്ളൊരു ഐഡിയ വേണം. അവിടെ ഒരു തോട്ടില്ലേ, ആ മതിൽ ഇത്ര വരണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു ബാർബർ അല്ലെങ്കിൽ ഒരു ഹെയർ കട്ട് ചെയ്യുന്ന ഒരാൾ ഹെയർ കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അയാൾ ഇങ്ങനെ ആവണം എന്നുള്ളൊരു ഫൈനൽ തോട്ട് പ്രോസസ്സല്ലേ. അത് ഈസി ആയിട്ടൊരു ജോബല്ല, നമ്മൾ വിശ്വസിച്ച് തല വെച്ച് കൊടുക്കല്ലേ, പലപ്പോഴും ആലോചിക്കേണ്ട കാര്യമല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എല്ലാ ജോലിയിലും അതിൻ്റെതായ സറണ്ടറിങ്ങും ഫോക്കസും അതിൻ്റെതായ ഒരു ബീയിങ് അവെയർ അബൌട്ട് എത്ര നിങ്ങൾ റെസ്പോൺസിബിൾ ആവുന്നു നിങ്ങളുടെ ജോലിയിൽ, അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. അത് മാത്രമേ ഉള്ളൂ. എപ്പോഴും മൈൻഡ് ബിസി ആക്കാൻ നോക്കുക അല്ലേ, ഫോർ ദ റൈറ്റ് റീസൺസ്. കറക്റ്റ്. അപ്പോൾ എല്ലാ അപ്കമിംഗ് പ്രൊജക്ട്സിനും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്.